പൂള പറിക്കാൻ പോകട്ടോ. നല്ല പാൽക്കപ്പ ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ നട്ട് പൂള തന്നെ പറിക്കാൻ പോവാം. അപ്പം നമ്മൾ പൂള പറിക്കാം. ഇത് കേട്ടെ, ഈ കമ്പ് നടാളല്ലേ ഈ തണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല ഇത് അടിപൊളി പൂള കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം കപ്പ നട്ടാൻ ഈ തണ്ടിന് എടുക്കാം. അപ്പൊ ഇത് നടാനുള്ള തണ്ടുകളാട്ടോ. ഇത് മാറ്റി വെക്കാം നമുക്ക്. നല്ല മൂത്ത തണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് കപ്പ നടാൻ പറ്റിയ തണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കിട്ടോ. ഇനി പിന്നെ നമുക്ക് അത്യാവശ്യം വെയിലത്ത് പോയത് ഈ കപ്പടോ. നമ്മളെ പൂള ഒരു 10 കിലോനൊക്കെ ഉണ്ടാവും ഒരു സംഭവം. അടിയില്ലേ, അത്യാവശ്യം നല്ല കഴിഞ്ഞിട്ട് കേട്ടോ. നല്ല അടിപൊളി പൂളയാണ്. നമ്മളതിനെ കൃഷി ചെയ്ത പൂള കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനോട്ട് തൂക്കൊന്ന് നോക്കി എത്ര കിലോ ഉണ്ട്. ചെറുതാണ്. നമുക്ക് ഇതിലേക്ക് വെയിറ്റ് വെച്ചിട്ട് നോക്കിയേക്കാം. നോക്കട്ടോ, 12.5 കിലോ ഉണ്ട്. 1.5 കിലോ തണ്ട് പോയത്. ബാക്കി നമുക്ക് 11 കിലോ പൂളായിട്ട് കിട്ടി. 1.5 കിലോ തണ്ട് പോയി കഴിഞ്ഞാൽ 11 കിലോ പൂള ഒരു മൂടുമ്പോൾ നമുക്ക് കിട്ടി. കപ്പ പറിച്ച് കഴിഞ്ഞാൽ കപ്പ പറിച്ച സ്ഥലത്ത് തന്നെ അപ്പം തന്നെ കൂടെ മാടി അവിടെ പൂള നടും കേട്ടോ. അടുത്ത പൂളക്കിൽ അപ്പോൾ ഹെൽപ്പറായിട്ട് ഉമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഓലയൊക്കെ വെട്ടിയിടുന്നത് കോഴികളൊക്കെ വന്ന് ചിക്കാതൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പാൽക്കപ്പ റെഡി ആയിരിക്കുന്നു. വളമിട്ടു. ഇനി ഇത് കഴിച്ചിട്ട് കാണാം.